നമസ്കാരം. ഇന്ന് പുലർച്ചെ നടന്ന ഫ്രാൻസിന്റെ മത്സരം ശ്രദ്ധിച്ചിരുന്നോ? ഫ്രാൻസ് ഇന്ന് ഒരു പുതിയ ജേഴ്സിയിലാണ് കളത്തിലിറങ്ങിയത്. സാധാരണയായി ഫ്രാൻസിന് 2 ജേഴ്സികളാണ് ഉണ്ടാകാറുള്ളത്. ഒന്ന് നീല, അല്ലെങ്കിൽ വെള്ള. നീലയാണ് സ്വന്തം ജേഴ്സി. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ രണ്ടാമത്തെ വെള്ളയ്ക്ക് പകരം അവരുപയോഗിച്ചത് മറ്റൊരു കളർ ജേഴ്സിയാണ്. നീല കലർന്ന പച്ച നിറമുള്ള ജേഴ്സി. ലിബർട്ടെ എന്ന പേരിട്ടിരിക്കുകയാണ് ഫ്രാൻസ് ആ ജേഴ്സിക്ക്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. അമേരിക്കയുടെ പ്രശസ്തമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നിറം ഉൾക്കൊണ്ടാണ് ഫ്രാൻസിന്റെ ഈ പുതിയ ജേഴ്സി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഫ്രാൻസുമായി ഒരു ബന്ധമുണ്ട്. 1876 അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ ഫ്രാൻസാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൗഹൃദം പുതുക്കുന്നതിന്റെ ഭാഗമായി ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. ചരിത്രകാരനായിരുന്ന എഡ്വേർഡ് ഡി ഡബോലെയായിരുന്നു ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഇത്തരമൊരു സമ്മാനം നൽകണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഫ്രാൻസിൽ വെച്ച് ഈ സ്റ്റാച്യുവിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുകയും അവ അമേരിക്കയിലെത്തിച്ച് ഒന്നിച്ചു ചേർത്ത് വയ്ക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. സത്യത്തിൽ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആദ്യം ചെമ്പ് നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് തുരുമ്പും ഈർപ്പവും ഒക്കെ കാരണം നീല നിറത്തിലുള്ള പച്ച കളറിലേക്ക് അത് മാറി. അതുകൊണ്ടാണ് ഈ കളർ ഇപ്പോഴുള്ള ജേഴ്സിയിലേക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ജേഴ്സിയിലെ ലോഗോയുടെ കളർ മെറ്റാലിക് കോപ്പർ തന്നെയാണ് എന്നതാണ് ജേഴ്സിയിലെ മറ്റൊരു പ്രത്യേകത. അമേരിക്ക കൂടി ആതിഥേയത്വമല്ലുന്ന ഒരു ലോകകപ്പാണ് ഇത്തവണത്തെ ലോകകപ്പ്. അതുകൊണ്ടാണ് ഫ്രാൻസ് ഇത്തരമൊരു ജേഴ്സി തിരഞ്ഞെടുത്തത് എന്നാണ് ഫ്രഞ്ച് ഫുട്ബോൾ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തു തന്നെയായാലും ഫ്രാൻസിന്റെ പുതിയ ജേഴ്സി വലിയ ഹിറ്റായിരിക്കുകയാണ്. മറ്റു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.